അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമി ശരണമയ്യപ്പ. ഇന്ന് വൃശ്ചികമാസം 20. ശബരിമല തിരുനട തുറന്നിട്ട് 20 ദിവസം പൂർത്തിയാവുകയാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സന്നിധാനത്തെത്തി ദർശന സൗഭാഗ്യം തേടി അവരവരുടെ നാടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 20 ദിവസം കൊണ്ട് ഇനി കേവലം 40 ദിവസമാണ് ബാക്കി നിൽക്കുന്നത്. 20 ദിവസം കൊണ്ട് സന്നിധാനത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊന്നറിയണം, മനസ്സിലാക്കണം. ഹോളി പമ്പ, വിശുദ്ധ പമ്പ, ഗംഗാനദിക്ക് തുല്യമായിട്ടുള്ള പമ്പാ നദി. വിശേഷണങ്ങൾ നിരവധിയാണ്. പക്ഷേ പമ്പയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് പമ്പയിലേക്ക് ശബരിമലയിൽ നിന്നുള്ള സീവേജ് വാട്ടർ അഥവാ അശുദ്ധി നിറഞ്ഞ സന്നിധാനത്തെ ജലം മുഴുവൻ എത്തിച്ചേരുന്നത് വിവിധ മാർഗങ്ങളിലൂടെ പമ്പയിലേക്കാണ്. കണ്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് പമ്പയിലേക്കുള്ള മാലിന്യത്തിൻ്റെ കുത്തൊഴുക്ക്. ശബരിമല തീർത്ഥാടകരാണ് പമ്പയുടെ നാശത്തിന് കാരണക്കാർ. പമ്പാജലം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടുകാരുടെ വെള്ളം സർവത്ര, പക്ഷെ കുടിക്കാൻ ഇത്തിരി ജലം എടുക്കാനില്ല എന്ന് പറയുന്ന തരത്തിലാണ് കുട്ടനാട്ടുകാരുടെ അവസ്ഥ. പമ്പയാണ് കുട്ടനാടിൻ്റെ ശുദ്ധജലക്ഷാമത്തിന് കാരണം എന്നും ശബരിമല സന്നിധിയിലെത്തുന്ന തീർത്ഥാടകരാണ് പമ്പയുടെ മലിനീകരണത്തിന് കാരണഭൂതരെന്നും പറയുന്നു. ആ തരത്തിലുള്ള കിംവദന്തികൾ, കാര്യമില്ലാത്തതെന്ന് ചുരുക്കം, ആ തരത്തിലുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് ചുറ്റും പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ആരും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാൻ തയ്യാറാവാത്ത ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റൂ. കാട്ടിൽ കൂടി ഒഴുകി നാട്ടിലേക്ക് കടക്കുന്ന പമ്പ നാരായണമൂഴി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് കാടിൻ്റെ ശാലീനത വിട്ട് നാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അവിടുന്ന് അങ്ങോട്ട് തുടരുമ്പോൾ ആ നദിയുടെ ഇരുകരകളിലും എത്ര ജനപഥങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
എത്ര ജനപഥങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ റാന്നി മുതൽ കാവാലം വരെയുള്ള ഭൂപ്രദേശത്ത് ചെറുതും വലുതുമായ എത്ര ജനപഥങ്ങൾ പമ്പയുടെ ഇരുവശങ്ങളിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ആലോചിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴുമാണ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 20-ലേറെ ചെറുപട്ടണങ്ങളും വൻപട്ടണങ്ങളും പമ്പയുടെ തീരത്തുണ്ട്. എന്നിട്ടാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പ അതിൻ്റെ മുഴുവൻ പ്രൗഢിയോടും കൂടി നിൽക്കുന്നത്. ഇങ്ങനെ എത്തിച്ചേരുന്ന പമ്പ കാവാലം കഴിഞ്ഞതിന് ശേഷം, അതായത് കുട്ടനാട്ടിൽ എത്തിയതിന് ശേഷം, പമ്പയിലെ മാലിന്യമാണ് കുട്ടനാട്ടുകാർക്ക് ശുദ്ധജലക്ഷാമത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുമ്പോൾ അതെത്രമാത്രം വിശ്വാസയോഗ്യമാണ്? പമ്പ കാരണഭൂതയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആര് പറഞ്ഞാലും ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതിന് ശബരിമല തീർത്ഥാടകരാണ് കാരണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. നമ്മൾ അന്വേഷിക്കാൻ തയ്യാറെടുത്തിറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റാന്നി 1 എന്ന് കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ ഈ നദിയുടെ, പമ്പയുടെ ഇരുകരകളിലും വരുന്നത് എത്ര ചെറുതും വലുതുമായ നഗരങ്ങളാണ് എന്നാലോചിക്കുമ്പോൾ ആ നഗരങ്ങളിലുള്ള വൻകിട ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ, ഈ 2 മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ശരിയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഈ 2 മാത്രം എടുത്താൽ പോലും ഏതാണ്ട് 100ഓളം സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ ഔട്ട്ലെറ്റ് തുറന്നു വച്ചിരിക്കുന്നത് പമ്പയിലേക്കാണ് എന്ന് പറയേണ്ടി വരും, നമുക്ക് കണ്ടെത്തേണ്ടി വരും. 100ഓളം ഹോസ്പിറ്റലുകളായി, വൻകിട ഹോട്ടലുകളായി അവരുടെ മാലിന്യങ്ങൾ മുഴുവൻ പമ്പയിലേക്ക് തുറന്നു വിടുമ്പോൾ അത് 2 മാസം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഓരോ വർഷം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ പമ്പയിലെ മാലിന്യത്തിൻ്റെ ഒരു 80% മുകളിൽ ഉത്തരവാദിത്വം ആർക്കെന്ന് ചോദിച്ചാൽ പമ്പയുടെ തീരത്തുള്ള പട്ടണങ്ങൾക്കാണ് അതിനകത്തെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയേണ്ടി വരും. അത് ബോധ്യപ്പെട്ടുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാൻ പറ്റുന്നത്. എത്ര വൻകിട ഹോസ്പിറ്റലുകളുണ്ട്. ഒന്നിൻ്റെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. ആരും അത് കണ്ടതായിട്ട് വയ്ക്കാൻ തയ്യാറാവുന്നില്ല. ഇതിൻ്റെ ഔട്ട്ലെറ്റുകളുടെ വാൽവുകൾ മുഴുവനും രഹസ്യമാക്കി വെച്ചുകൊണ്ട് മഴ തുടങ്ങുന്ന അവസരത്തിൽ ഈ ഔട്ട്ലെറ്റിലുള്ള വിസർജ്യം മുഴുവനും പമ്പയിലേക്ക് തുറന്നു വിടുമ്പോൾ പമ്പയുടെ ദുരിതപൂർണമായ മുന്നോട്ടേക്കുള്ള പോക്ക് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. കുട്ടനാട്ടുകാരുടെ ശുദ്ധജലക്ഷാമത്തിൻ്റെ മുഖ്യ കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാക്കാം, പമ്പയാണ് എന്ന് പറയുന്നത് സത്യം. പക്ഷേ അയ്യപ്പധർമ്മ വിശ്വാസികളാണ് അഥവാ സ്വാമിമാരാണ് പമ്പ മലിനീകരണം ആയി മാറുന്നതിൻ്റെ കാരണഭൂതർ എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ വ്യക്തമാക്കിയ റാന്നിയാവട്ടെ, അതുപോലെ ഓരോ സ്ഥലങ്ങളും നമുക്കെടുത്ത് പരിശോധിക്കാം. അവയെല്ലാം ഈ മലിനീകരണത്തിന് കൂട്ടുനിൽക്കുന്നു. ഇതിനാണ് മാറ്റമുണ്ടാവേണ്ടത്. നമ്മൾ പറഞ്ഞു വന്നത് ശബരിമലയിലെ കാര്യമാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഉണ്ടാകുന്ന സീവേജ് വാട്ടർ ശുദ്ധീകരിക്കാനുള്ള സംവിധാനമാണ് സന്നിധാനത്ത് തന്നെ ഉണ്ടാക്കേണ്ടത്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ശബരിമല എന്ന് പറയുന്ന ഈ മഹൽ പ്രസ്ഥാനത്തെ
രക്ഷിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്താൽ അത് നടപ്പാക്കാൻ സാധിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനത്തിനെ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ദേവസ്വം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിലെ ശബരിമലയുടെ രക്ഷയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ആലോചിച്ചാൽ എല്ലാവരും പറയുന്നത് പോലെ തിരുപ്പതി എന്നോ വൈഷ്ണോദേവി എന്നോ ഒക്കെ പറയാമെന്നുള്ളതല്ലാതെ ഈ ക്ഷേത്ര സങ്കേതങ്ങളിലേക്കുള്ള തീർത്ഥാടനം ഓരോ വർഷവും ഉണ്ട്, ഒരു വർഷം തുടർച്ചയായുള്ളതാണ് എന്ന് പറയുമ്പോഴാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 365 ദിവസത്തിൽ 140 ദിവസം മാത്രമേ നട തുറക്കുന്നുള്ളൂ എന്ന വസ്തുതയും ഒറ്റ സ്ട്രെച്ചിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടനക്കാലം നിലനിൽക്കുന്നത് 65 ദിവസം മാത്രമേ ഉള്ളൂ എന്നതും ഉൾക്കൊണ്ടുകൊണ്ട് വേണം അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ മാറ്റങ്ങൾ കുറിക്കുവാൻ. അതനുസരിച്ചിട്ട് തയ്യാറാവുകയാണെങ്കിൽ, അതിനുള്ള മാർഗം തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായ മാർഗം ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭരണ സംവിധാനത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടാവേണ്ടുന്നത്. സന്നിധാനത്തെ പ്രത്യേകത ഒന്നാമത്തേത് ഭക്തജന സംഘടനകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം. രണ്ടാമത്തേത് പന്തളം കൊട്ടാരത്തിൻ്റെ ആഭിമുഖ്യവും നിർബന്ധമായും ഉണ്ടാവണം. ഈ രണ്ട് സംവിധാനങ്ങളോടുകൂടി ജുഡീഷ്യറിയോ എക്സിക്യൂട്ടീവോ ഏതായാലും ഒന്നും പറയാനില്ല. ക്ഷേത്രവിശ്വാസവും ആചാരാനുഷ്ഠാന സംരക്ഷണം വേണം എന്ന് ഉറച്ച വിശ്വാസവുമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ശബരിമല ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്കാണ് രൂപം നൽകേണ്ടത്. ഗ്രേറ്റർ ശബരിമല ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന സംജ്ഞയിൽ ശബരിമല ക്ഷേത്രത്തിന് പൂർണ്ണമായിട്ടും ഉന്നമനം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടാവേണ്ടുന്നത്. ആ ഭരണ സംവിധാനത്തിൽ കൂടെ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ശബരിമല തീർത്ഥാടനത്തിൽ ഉണ്ടാക്കാനായി സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഏറെ വിരളമാണ്. മാത്രമല്ല, ശബരിമലയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തരുടെ അഭിപ്രായങ്ങൾ കൂടി നോക്കണം. ഏതാണ്ടൊരു 40 വർഷം മുമ്പത്തെ അവസ്ഥ പർണശാലകളായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത്. പർണശാലകൾ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്നും വെട്ടിയെടുക്കുന്ന ഈന്തിൻ്റെ കൈകൾ, പച്ച തുറുപ്പ്, പച്ച ചെടികളുടെ ഇലകൾ, ഇതെല്ലാം വെട്ടി നെടുനീളത്തിൽ തയ്യാറാക്കുന്ന പർണശാലകളിലായിരുന്നു ഭക്തജനങ്ങൾ വസിച്ചിരുന്നത്. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഓരോ വർഷത്തെ തീർത്ഥാടന കാലം കഴിയുമ്പോഴേക്കും അടുത്ത തീർത്ഥാടന കാലം ആരംഭിക്കുന്ന സമയത്തേക്ക് അവിടെ അടിക്കാട് മുഴുവനും മാത്രമായിട്ട്, വനപ്രദേശമാണ്, അടിക്കാട് മാത്രമേ ഉള്ളൂ, വൻമരങ്ങളെല്ലാം നിന്നിരുന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ നൽകുന്നുണ്ട്. ഈ പറഞ്ഞ പർണശാലകൾക്ക് വേണ്ടി വരുന്ന ചെറു ചെറു കമ്പുകൾ മാത്രമേ തീർത്ഥാടകർ വെട്ടുന്നുള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ മാളികപ്പുറത്തായാലും അതിനപ്പുറത്തായാലും ഉണ്ടായിരുന്നു. ശാന്തിയുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള
കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ വരണം. അങ്ങനെ ഇല്ലായ്മ വന്ന് പഴയ രീതിയിൽ പ്രകൃതിയുമായി ഇടപഴകി വസിക്കുന്ന തരത്തിലുള്ള തീർത്ഥാടനം എപ്പോൾ തുടങ്ങാൻ സാധിക്കുന്നോ അപ്പോൾ മാത്രമേ ശബരിമലയുടെ പകിട്ടും പവിത്രതയും നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അതിന് എത്ര പേര് തയ്യാറാവും എന്നറിഞ്ഞുകൂടാ. മാത്രമല്ല, ഇന്നത്തെ ദുര്യോഗം നമ്മൾ നോക്കിയാൽ തലച്ചുമടായോ കഴുതപ്പുറത്തോ കൊണ്ടുവന്നുകൊണ്ടിരുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് എന്ന പേരിൽ എത്രയാണ് ട്രാക്ടറുകൾ അവിടെ സ്ഥിരമായി അയ്യപ്പന്മാരുടെ ഇടയിലൂടെ വളഞ്ഞും പുളഞ്ഞും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രാക്ടറുകൾ സന്നിധാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ചിലരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. മാത്രമല്ല, ആ ഒരു അവസ്ഥ മാറ്റം വരുത്തേണ്ടതുമാണ്. ഇപ്പോഴിതാ പുതിയ ഒരു സംവിധാനത്തിന് കൂടി തയ്യാറെടുക്കുന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ബ്രെയിലി പാലത്തിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നിടത്തേക്ക് ഉറപ്പിക്കത്തക്ക നിലയിലുള്ള റോപ്പ് വേ സിസ്റ്റം സമ്പ്രദായം ശബരിമലയിൽ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ആചാരവിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണോ, ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു, ഇതൊന്നും അന്വേഷിക്കാതെ സാധനങ്ങൾ കൊണ്ടുവരാനെന്ന വ്യാജേനയാണ് ഈ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ആ മാറ്റം എത്രമാത്രം പ്രാവർത്തികമാവുന്നുണ്ട് എന്ന് നോക്കണം. ഈ റോപ്പ് വേ കൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് പ്രഖ്യാപിതമെങ്കിലും നാളെ അത് തീർത്ഥാടകരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. മാറ്റങ്ങൾ ഗുണപ്രദമായ രീതിയിലാണെങ്കിൽ മാത്രമേ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി തുടരാനായിട്ട് സാധിക്കൂ എന്ന കാര്യം ഏവർക്കും ബോധ്യമുള്ളതാണ്. ശബരിമല എന്ന് പറയുന്നത് ചൂഷണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ശരിക്കും ഇന്ന് നിലനിൽക്കുന്നത്. ഇതാണ് മാറേണ്ടുന്നത്. ഈ ചിന്തയും ഈ രീതിയിലുള്ള പ്രവർത്തനവും തുടരുന്നിടത്തോളം കാലം ഒരു മാറ്റവും അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഓരോ വർഷവും പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ തീർത്ഥാടകർ അനുഭവിക്കുന്ന ദുര്യോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും ശ്രദ്ധിക്കുന്നില്ല. പൊന്നും 18-ാം പടിയുടെ മുകളിലുള്ള ഷെയ്ഡ് ഉറപ്പിച്ചു നിർത്താനെന്ന വ്യാജേന തയ്യാറാക്കിയിരിക്കുന്ന ആ 2 തൂണുകളുടെ ഉപദ്രവമാണ് കഴിഞ്ഞ 3 വർഷമായി 18-ാം പടിയിൽ അനുഭവപ്പെടുന്ന തിരക്കിൻ്റെ കാരണമെന്ന് വ്യക്തമായും സൂചിപ്പിച്ചിട്ടും 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനും തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് മാറ്റം വരുത്താം നമുക്ക് എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരിക്കും സന്നിധാനത്ത് സ്ഥലം ഏറെ ആവശ്യമാണ്. ആ സ്ഥലമുണ്ടാവണമെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ തയ്യാറാക്കിയിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചു തരാം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഓഫീസിനോടനുബന്ധമായിട്ട് വച്ചിരിക്കുന്ന സ്ഥലം ഭക്തന്മാർക്ക് നെയ് വെട്ടി ഒഴിക്കാനുള്ള തോണി കൊണ്ടെന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ നേരെ എതിര് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഭക്തന്മാർക്ക് വിരിവയ്ക്കുന്നതിനല്ല, ഭക്തന്മാർക്ക് വിശ്രമിക്കുന്നതിനും നെയ്ത്തേങ്ങ പൊട്ടിച്ച് നെയ്യ് പകർന്നെടുക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയിരുന്ന സ്ഥലം, കന്നിമൂല ഗണപതി ഭഗവാന്റെ ആ ശ്രീകോവിലിന് സമീപത്തുണ്ടായിരുന്ന ആ സ്ഥലം ഇന്ന് പൂർണ്ണമായിട്ടും പുഷ്പാഭിഷേകക്കാർക്ക് കൈവശപ്പെടുത്താനും അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനും തയ്യാറായപ്പോൾ
തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് സ്വൈര്യമായും സമാധാനമായും ഇരുന്ന് മുദ്രനാളികേരം പൊട്ടിച്ച് ആ നാളികേരം അഭിഷേകത്തിന് തയ്യാറാക്കി കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് നഷ്ടമായത്. ദർശനം കഴിഞ്ഞ് വന്ന് ഇത് പൊട്ടിക്കാനിരിക്കുന്ന ആ സ്ഥലം വരുമാനം കിട്ടുന്ന ഒരു പ്രസ്ഥാനം എന്ന പേരിൽ പൂമൂടാൻ വരുന്നവർക്ക് അഥവാ പുഷ്പാഭിഷേകക്കാർക്ക് കൊടുത്തപ്പോൾ അവിടെ അത് കുത്തകാവകാശമായിട്ട് അവരത് എടുക്കുകയും തീർത്ഥാടകരെ അവിടുന്ന് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇത് മാറേണ്ടതാണ്. തീർത്ഥാടകരാണ് തങ്ങളുടെ പ്രഭുക്കന്മാർ എന്ന് ദേവസ്വം ബോർഡ് മനസ്സിലാക്കേണ്ടതാണ്. അതും തഥൈവ. ഓരോന്നും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുത ശരിയാണെങ്കിൽ അതിനൊരു പരിവർത്തനം കൊണ്ടുവന്നല്ലേ പറ്റൂ. അത് കൊണ്ടുവരേണ്ടേ. പക്ഷെ അത് കൊണ്ടുവരാനായിട്ട് ഭരണാധികാരികൾക്കൊട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് കൃത്യമായിട്ടും തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പൂമൂടലുകാർക്ക് വേറെ സ്ഥലം കൊടുക്കുകയും ആ സ്ഥലം ഇന്നതിനു വേണ്ടി എന്ന് ഉറപ്പാക്കി തീർത്ഥാടകരെ സഹായിക്കുകയുമാണ് വേണ്ടത്. ഇനിയും നോക്കാം. ഓരോ ദിവസവും നമുക്ക് എത്തിച്ചേരുന്ന തീർത്ഥാടകരുടെ എണ്ണം ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഓർമ്മിക്കുക. എത്രയായിരുന്നു? 80,000. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് 90,000. ആ 90,000 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഒരു ദിവസം രാവിലെ, ഒരു ദിവസമേ സന്നിധാനത്ത് നിൽക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. 90,000 പേര് പല സമയത്തായിട്ട് വരുന്നു. പക്ഷേ ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടുള്ള വെർച്വൽ ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത് കുറ്റമറ്റതാണെങ്കിൽ ആ സിസ്റ്റത്തെ ഞാൻ അംഗീകരിക്കുന്നു. അതല്ല എന്നുള്ളത് ഉറപ്പായും അറിയാവുന്നതുകൊണ്ടും ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വെറും 5 പേർക്ക് മാത്രമേ അറ്റ് എ ടൈം ഈ ക്യൂവിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും ഏറ്റവും ചുരുങ്ങിയത് 50 പേർക്കെങ്കിലും അറ്റ് എ ടൈം പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലും അവരുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവും ഈ ക്യൂവിൽ ഉണ്ടാക്കുകയും അതോടൊപ്പം തങ്ങൾക്ക് പിൻവലിയണം എന്ന് തോന്നിയാൽ അടുത്ത ദിവസമേ പോകാൻ കഴിയൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് ഈ സിസ്റ്റം മാറുന്നതിനുള്ള സൗകര്യവും കൂടി ഏർപ്പെടുത്തിയാൽ മാത്രമേ വെർച്വൽ ക്യൂ സിസ്റ്റത്തിൻ്റെ പര്യാപ്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നതില്ല. കേരളത്തിന് പുറത്തുള്ള സ്വാമിമാർ വരുന്നത് ഗുരുസ്വാമിമാരോടൊപ്പം ഏറ്റവും ചുരുങ്ങിയത് 50-60 പേരെങ്കിലും ഉണ്ടാവും. 50-60 പേർക്ക് വെർച്വൽ ക്യൂ സിസ്റ്റം അനുസരിച്ചിട്ട് ക്യൂവിൽ കടന്നു പറ്റാൻ കഴിയില്ല. പിന്നെയോ 4, 5, 6 ഗ്രൂപ്പായിട്ടാണ് അവർക്ക് എത്താൻ സാധിക്കുന്നത്. അതോടുകൂടി സ്വാമി ദർശനത്തിന് വരുന്ന ഒരുമിച്ചുള്ള യാത്രയും ഒരുമിച്ചുള്ള എല്ലാം അത് പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. ഈ പരാജയം മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത വർഷം ശബരിമലയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരികയും അതിനനുസരിച്ചിട്ട് തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്താനും സാധിക്കുമെന്നുള്ള ഒരു കുൽസിതമായിട്ടുള്ള ഗൂഢാലോചനയും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഇപ്പോൾ വെർച്വൽ ക്യൂ സിസ്റ്റം എന്ന് പറയുന്നതിൽ കുറ്റമറ്റ രീതിയിൽ ആക്കണം എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിർബന്ധമാണെങ്കിൽ അത് തുടരട്ടെ. അതേപോലെ തന്നെ തീർത്ഥാടകർ എത്ര വന്നാലും ആരെയും തൊഴാൻ അനുവദിക്കാതെ വിടുകയില്ല എന്ന് ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതത്ര കരണീയമായി നമുക്ക് തോന്നുന്നില്ല. തീർത്ഥാടനത്തിന് വേണ്ടി കച്ചകെട്ടുന്ന എന്ന് പറഞ്ഞാൽ മാലയിട്ട് വ്രതം നോക്കുന്ന ഓരോ തീർത്ഥാടകൻ്റെയും മൗലികമായ അവകാശത്തെ നമ്മുടെ ക്യൂ സിസ്റ്റം കൊണ്ട് ഹനിക്കാനായി തയ്യാറാക്കുന്നത് മഹാപാപമാണ് എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. മാറ്റം ഉണ്ടായേ പറ്റൂ. ആ മാറ്റത്തിന് കാരണഭൂതമായി തീരാവുന്ന തരത്തിലുള്ള സമ്പ്രദായങ്ങൾ പരമാവധി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം ഭരണാധികാരികൾക്കുണ്ടാവണം. നിർഭാഗ്യവശാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് ശബരിമലയിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ പരമാവധി മാലിന്യങ്ങൾ കുറച്ച് ഉണ്ടാവുന്ന തരത്തിലേക്ക് മാറ്റുകയും ഉണ്ടാവുന്ന മാലിന്യങ്ങൾ അവിടെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കുകയും വേണം. ആ തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം. അതിനുള്ള സംവിധാനം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ ശബരിമലയ്ക്ക് ശബരിമലയായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ആ സാഹചര്യമില്ല. ഇന്ന് എന്താണോ നേരത്തെ സംഭവിച്ചിരുന്നത് ആ സംഭവിച്ചിരുന്നത് അതേപടി തന്നെ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയേണ്ടി വരുന്നത്. ഇവിടെ പരിവർത്തനത്തിന് അതിനുൾക്കൊള്ളാൻ കഴിയുന്ന ഭരണ സംവിധാനമാണ് ആവശ്യമായി വരുന്നത്. അത് ഉണ്ടാവണം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്ഷേത്രങ്ങളെയും, എല്ലാ ക്ഷേത്രങ്ങളും എന്ന് പറയുന്നത് എരുമേലി മുതൽ നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള ക്ഷേത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന് രൂപം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സംവിധാനത്തിൽ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നലിന് കാരണഭൂതമാവുകയുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് അതിനൊരു പോംവഴി എന്നതിനെക്കുറിച്ച് 21ാമത് എപ്പിസോഡിൽ ചിന്തിക്കാം, ചർച്ച ചെയ്യാം. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്
മടക്കത്താനം കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം കൊച്ചങ്ങാടി.